ഉമ്മമാനും ഉപ്പനും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാണ്ട്. ധൃതി കൂട്ടല്ലേ, എന്താ പറയാ, അയച്ചില്ല, അത് പോയി പോയി പോയി. അവ വിളിച്ചൂടെ ഓൾക്കാരപ്പോ ഒരാൾ ഇരുന്നുങ്ങാണ്ടേ നീ ഇങ്ങനെ കുത്തുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ് കാട്ടറ്, അല്ല ഞാൻ തസ്നിക്ക് വിളിച്ചട്ടെ എന്ത് കാര്യങ്ങളാ വിളിച്ചത്, അല്ല ടാബിലെയാ നീ എവിടെ ടാബ് വിളിച്ചു ടാബ് വെച്ചിട്ട് ആ വെക്കണ ഓർമ്മയാണ്. ജൂൺ 21 വൈകുന്നേരം മുതൽ ഇതെന്താ മാതൃഭൂമി ന്യൂസ് അങ്ങനെ പറയില്ല. സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു മൈൻഡിൽ എന്താ, ഓക്കെ ഈ ഫസ്റ്റ് റിപ്പീറ്റിൽ തന്നെ നല്ലൊരു കോളേജിൽ കയറുന്നു, ഇതൊക്കെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് 2025 നീറ്റ് വന്ന് ഡേ ഒക്കെ പൊളിഞ്ഞു പോകണം. കാരണം ഞാൻ വിചാരിച്ച ഡയറക്ഷനിലേ അല്ല അത് പോയത്. ഇരിക്കുന്നതിന് മുന്നേ കാലുകിട്ടുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. ഞാൻ കുറേ അങ്ങ് ആലോചിച്ചു പോകും. അതൊക്കെ എൻ്റെ കുറേ പ്രശ്നങ്ങളാണ്. കാരണം ചൈൽഡ്ഹുഡിൽ അവളൊരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവുക. എപ്പോഴും കളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കളിപ്പാട്ടങ്ങളിൽ മെയിനായിട്ട് സ്റ്റെതസ്കോപ്പ് ആയിരിക്കും. കുറേ ഡിഗ്രി ഡോക്ടർമാരെ ബോർഡിലൊക്കെ കാണുമല്ല, അതൊക്കെ പഠിച്ചു വെക്കും. എന്നിട്ട് ഇതൊക്കെ ഇരുന്ന് എഴുതും. കാരണം എനിക്കിതൊക്കെ ആവണം. അന്നൊന്നും അതെന്താന്ന് പോലും അറിയില്ല. പക്ഷെ പേരിൻ്റെ അടി കുറേ എന്തെല്ലോ വരും, അതൊക്കെ വരണം. ഹായ്, ഞാൻ ഷിഫ്ന. ഞാൻ ഡോക്ടർ JP സ്ലാസിലെ ഈ വർഷത്തെ സൂപ്പർ 30 ബാച്ചിലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ ഒരു ഗവൺമെൻറ് സീറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എൻ്റെ പാരൻസിൻ്റെ മുന്നിൽ നിന്ന് എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൻഡ് അവരെ പ്രൗഡാക്കിയ മൊമെൻറ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഉമ്മയാണ്. പിന്നെ ഇതെൻ്റെ ഉപ്പ. എപ്പോഴും എനിക്ക് സപ്പോർട്ടീവായിട്ട് നിന്ന ആളാണ്. അത് എല്ലാവരും പറയും ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെയാണെന്ന് പറയും. ഞങ്ങളൊരു എടാപ്പൊടാ ബന്ധാണ്. ഫോൺ വിളിക്കുമ്പോൾ ഒക്കെ. പിന്നെ ഇതിൻ്റെ അനിയത്തിയാണ്. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇമോഷണലി നല്ല വീക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിങ്ങനെ കൊണ്ടേ നടക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ ഓക്കെ. ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഓരോ മൊമെൻറ്റിലും ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു എക്സാം അല്ലേ, അതൊക്കെയാണ് പോട്ടെ, ഇതൊന്നും ഫൈനലൊന്നും അല്ലല്ലോ, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എപ്പോഴും. ഞാനിപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ ആണല്ലോ കോളിങ് ഉണ്ടാവുക. അരമണിക്കൂറിൽ വീട്ടിലേക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് ഫേസിലേക്ക് നമുക്ക് എന്താ വീട്ടിൽ വിളിക്കുമ്പോൾ കരച്ചിലായി. പിന്നെ ഞാൻ ശരിക്കും അരമണിക്കൂർ ഒരു നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന ആ ഒരു സാധനമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഉമ്മാക്കായാലും ഇപ്പോൾ എക്സാമിന് കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് മാർക്ക് പറഞ്ഞാലും ഉമ്മാനോട് പറയുമ്പോൾ ഉമ്മ പറയുന്ന സെയിം ഡയലോഗ് ഇതാ, ഫൈനൽ എത്തിയിട്ട് ചെയ്യല്ലോ, ഇനിയുണ്ട്, ഇതൊക്കെ അന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓരോ സാധനം പഠിച്ചോൻ കാണിച്ചു തരാം, തെറ്റ് അനാലിസ് ചെയ്തോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും എങ്ങനെയാണ് ഇങ്ങനെ കൂളായിട്ട്. കാരണം ഇന്നെ തളർത്തരുത്, അതാണ് ഉമ്മാൻ്റെ മെയിൻ ഫാക്ടർ. അതുകൊണ്ട് തന്നെ ഇന്നിങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഇനിയിപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം അതിന് എനിക്കിപ്പോൾ ഈ റീനീറ്റിന് എൻ്റെ ഉമ്മാനൊന്ന് മിസ് ചെയ്ത്. പക്ഷേ ആ ഒരു സാധനത്തേക്ക് എൻ്റെ പാരൻസിൻ്റെ പോലെ നിന്നിട്ട് ജയിക്കും മിസ്സിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ മിസ്സിൻ്റെ കൂടെ എക്സാമിൻ്റെ തലേന്ന് കിടന്നുറങ്ങിയത്. അതിങ്ങനെയും എൻ്റെ പാരൻസായിട്ട് എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ്. കാരണം അവർ എൻ്റെ കൂടെ എക്സാമിന് ഇല്ല എന്നുള്ള ആ ഒരു ആബ്സെൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സമാധാനം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന സമയത്തും എപ്പോഴും മിസ്സും കൂടെ ഉണ്ട് എന്നുള്ളത് അതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമാധാനമായിട്ടുണ്ടായിരുന്നത്. ഇത് നീറ്റ് കഴിഞ്ഞ് ചെറുതായിട്ട് ഒന്ന് എല്ലാം അടിച്ചു പൊളിക്കാമല്ലോ എന്നുള്ളൊരു സെൻസിൽ മാപ്പാൻ്റെ അടുത്തൊന്ന് പോയി പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു. പക്ഷെ എന്താ ചെയ്യണ്, ഒരു സുപ്രഭാതത്തിൽ ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ ആകെ ഷോക്കായി. പിന്നെ എന്താ ചെയ്യാ, JPയുടെ ആ ഒരു മെസ്സേജ് മുളങ്ങി പോകുന്നവര് അതില് പിന്നെ ഒന്നും നോക്കിയില്ല ചുരുക്കി പറഞ്ഞാല്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ടിക്കറ്റ് എടുത്തു, പറഞ്ഞയച്ച്. പിന്നെ ആ ഒരു എങ്ങനെയായാലും നമുക്കൊരു 100% ഷുവറാണ് സാറിൻ്റെ അടുത്ത് അവൾ സേഫ് ആണെന്നുള്ള. അവളെ വീട്ടിൽ ആണെന്നുണ്ടെങ്കിൽ അവർ സ്വന്തം മകളെ പോലെ തന്നെയാണ് അവരെ കാണുന്നതും എന്തെങ്കിലും ട്രീറ്റ് ചെയ്യണതും എല്ലാതും. എക്സാം നമ്മൾ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ആ നെക്സ്റ്റ് എക്സാമിൻ്റെ തലേ ദിവസം ഉറക്കമുണ്ടാവില്ല, സ്ലീപ്ലെസ് നൈറ്റ് ആയിരിക്കും നോർമലി. പക്ഷെ അന്ന് നന്നായിട്ട് ഉറങ്ങിയെന്നാണ് പറഞ്ഞത്.
അങ്ങനെയൊക്കെയും നല്ലൊരു അനുഭവമായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ ഈ റിസൾട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്, ഹാപ്പിയാണ്. ഒരു റിപ്പീറ്റ് എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഒട്ടും ഞാൻ വിചാരിക്കാത്തൊരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത സമയത്തും എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു, എന്തായാലും കിട്ടും, ഇപ്രാവശ്യം കയറിപ്പോവും, ആ ഒരു സാധനമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു മൈൻഡിൽ എന്താ, ഓക്കെ ഈ ഫസ്റ്റ് റിപ്പീറ്റിൽ തന്നെ നല്ലൊരു കോളേജിൽ കയറുന്നു, ഇതൊക്കെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് 2025 നീറ്റ് വന്ന് ഒക്കെ പൊളിഞ്ഞു പോണ്. കാരണം ഞാൻ വിചാരിച്ച ഡയറക്ഷനിലേ അല്ല അത് പോയത്. കാരണം അത്രയും പ്രിപ്പയർ ചെയ്തു, അതിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത്. പക്ഷേ ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ ഞാൻ ലിറ്ററലി ഫ്രീസായ ഒരവസ്ഥയാണ്. കാരണം എനിക്ക് പിന്നെ പഠിച്ചതൊന്നും എൻ്റെ തലേന്ന് ഇറങ്ങി വന്നിട്ടില്ല. ഒരു ഫിസിക്സൊക്കെ കണ്ടതോടെ, ഡയഗ്രാം സാധനമൊക്കെ കണ്ടതോടെ ഇനിയില്ല, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. കാരണം മൈൻഡ് ഇനി എനിക്ക് അറൗണ്ട് ഒരു അരമണിക്കൂർ സമയം ബാക്കിയുണ്ട്. പക്ഷെ എൻ്റെ മൈൻഡ് വില്ലിങ് അല്ല. അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ പോലുള്ള ആ ഒരു സാധനം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതൊന്നും ഷിഫ്റ്റിന് അതൊന്നും കിട്ടൂല, വിട്ടാളെ ഈ നീറ്റില്ല. അങ്ങനെ നീറ്റ് കഴിഞ്ഞ് ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉമ്മാനെ കെട്ടിപ്പിടിച്ചാണ്ട് ഞാൻ കരഞ്ഞാണ്ട് ഇറങ്ങും. ഉമ്മ എൻ്റെ ഒരു കൊല്ലം അങ്ങോട്ട് പോയി. കാരണം അപ്പോലും എനിക്ക് എൻ്റെ ഒരു കൊല്ലം പോയി. അത് പറഞ്ഞാണ്ടാണ് ഞാൻ കരഞ്ഞിരുന്നത്. പിന്നെ ഇറങ്ങിയെന്ന ഒരു അവസ്ഥ ഒന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത്രയ്ക്ക് വിഷമത്തിലാണ് അവളന്ന് ഇറങ്ങി വന്നത്. കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചതും അതൊന്നും ഒരു മറക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. പക്ഷെ അന്ന് ഉമ്മാക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, 2026 നീറ്റ് അത് ചിരിച്ച് ഞാൻ ഇറങ്ങി വരുന്നത് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ എനിക്ക് അത് സാധിപ്പിച്ചെടുക്കാൻ പറ്റി. ഞാൻ ചിരിച്ചിറങ്ങിയിട്ടാണ് വന്നത്. അത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു. അത് കണ്ടപ്പോൾ ഉമ്മ കരഞ്ഞു. അവള് ചിരിച്ചിറങ്ങി വന്ന് ഞാൻ കരഞ്ഞു. അപ്പം എന്നോട് ചോദിച്ച്, ഞാൻ ചിരിച്ച് വരുന്നേ കാണാനല്ലേ നിങ്ങൾ നിന്നിട്ടുണ്ടേ, പിന്നെ നിങ്ങൾ എന്തിനാ കരയുന്നത് പറഞ്ഞേ. കാരണം ഉമ്മക്ക് സന്തോഷം കൊണ്ട് കരച്ചിൽ വന്നതാ. അന്ന് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫസ്റ്റ് നമ്മളെ നീറ്റ് കഴിഞ്ഞ് ഞാൻ നേരെ വന്നത് എൻ്റെ സെൻറ്ററിൽ നിന്ന്. എനിക്ക് ഇവിടെ അരീക്കോട് അടുത്ത സെൻറ്റർ കിട്ടിയിരുന്നു. ഞാൻ നേരെ JPSക്ക് പോകുന്നു. കാരണം എനിക്കിനി ഇതിൻ്റെ കീ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് എന്താണ് എൻ്റെ മാർക്ക് കാര്യങ്ങൾ എന്നൊക്കെ എനിക്കൊന്ന് അറിയണം. അങ്ങനെയായിരുന്നു എല്ലാത്തിനും ഒരു ധൃതി കാണിച്ചിരുന്നു ഞാൻ. കാരണം എന്തെല്ലോ കിട്ടും ആ ഒരു സാധനം തന്നെയായിരുന്നു. പക്ഷേ 2025 നീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ദിവസം ഞാൻ മറ്റേ ഷോക്കായിരുന്നു. ഇങ്ങനെ ഇരിക്കും, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും, അങ്ങനത്തെ ഒരു സ്റ്റേജായിരുന്നു. കാരണം എല്ലാവരും എക്സ്പെക്റ്റേഷൻസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആരും വിചാരിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തന്നെ എന്നെ ബ്ലെയിം ചെയ്യുക, അങ്ങനെയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ലൈക്ക് എൻ്റെ ഉപ്പ ജേപ്പിൻ്റെ വീഡിയോ കാണുന്നതും, ജേപ്പിൻ്റെ വീഡിയോ എന്നോട് അറിഞ്ഞ് എന്തുകൊണ്ടും ഇവിടെ പോയാൽ എനിക്ക് നല്ലതാവും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും എല്ലാവരും വേറെ പല സെൻറ്റേഴ്സും എനിക്ക് മീൻസ് പറഞ്ഞു തരുന്നുണ്ട്, അവിടെ പോയിക്കോ ഇവിടെ പോയിക്കോ. പക്ഷേ അന്നും എപ്പോഴും എനിക്കൊരു കാര്യം ഉറപ്പാണ്, എന്താണോ എൻ്റെ ഉപ്പ പറഞ്ഞത് അതിനനുസരിച്ച് പോയിട്ട് ഞാൻ എവിടെയും തോറ്റിട്ടില്ല. എല്ലായിടത്തും ഞാൻ ജയിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ സംഭവം എൻ്റെ ഉപ്പ പറഞ്ഞത് തന്നെ എന്നുള്ളതിലേക്കാണ് ഞാൻ JPSലെത്തുന്നത്. പക്ഷേ ഒരു റിപ്പീറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് വരാത്തൊരു കുട്ടീനെ അപേക്ഷിച്ച് ഫസ്റ്റത്തെ ഫേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഇവിടെ ആദ്യത്തെ ദിവസം ഞാൻ വന്ന് എന്നെ കൊണ്ട് പറ്റൂല. കാരണം എനിക്ക് പിന്നെ ഇനി തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല, എനിക്കിനി കിട്ടുമോ, മേ ബി ഇനി 2025 പേപ്പർ പോലെ ടഫായാൽ ഞാൻ വീണ്ടും പേടിച്ചാൽ വീണ്ടും എൻ്റെ ഒരു കൊല്ലല്ലേ. ആ സാധനം വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയെന്ന് പറയില്ലേ, അതായിരുന്നു മെയിൻ. ഇരിക്കുന്നതിന് മുന്നേ കാലുകിട്ടുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. ഞാൻ കുറേ അങ്ങ് ആലോചിച്ച് പോകും. അതൊക്കെ എൻ്റെ കുറേ പ്രശ്നങ്ങളാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആദ്യം മെൻറ്റേഴ്സൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുമായിരുന്നു. അതായത് ഇവിടെ കിട്ടിയിട്ട് ഒരു കോളേജ് കയറുന്നതിന് മുന്നുള്ള ഒരു ഫേസിൽ അവർ നമ്മൾക്ക് എപ്പോഴും അവൈലബിളാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച്, ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ എടുത്ത് പോയാൽ അതിലെനിക്ക് ആ ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ശരിക്കും ഞാനത് ആലോചിച്ച്, കാരണം ഉണ്ടാവില്ല. ഞാൻ ചിലപ്പം അതെടുത്താലും ഞാൻ എപ്പോഴെങ്കിലും ആലോചിക്കും, ഒരു റിപ്പീറ്റ് ഞാൻ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരുന്നല്ലോ. ആ ഒരു സാധനം എൻ്റെ ഉള്ളിൽ വന്ന് കിടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് ദിവസം നിന്ന് നോക്ക്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പ നാട്ടിൽ വന്നത്. ഇല്ലെങ്കിൽ എനിക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ പോരെ, നമുക്ക് വേറെ എന്താ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പോവാം.
പക്ഷെ അൽഹംദുലില്ലാ ഒരാഴ്ച കൊണ്ട് എന്തോ ഒരു ഇതിൽ ഞാൻ എല്ലാം അഡ്ജസ്റ്റഡ് ആയി. പിന്നെ ഇവിടെ വരുന്ന എക്സാംസിൻ്റെ സ്കോറും കാര്യങ്ങളും ഒക്കത്തിലും അത്യാവശ്യം നല്ല സ്കോറൊക്കെ ആയപ്പോൾ എനിക്ക് തന്നെ ഇന്നിലുള്ള ആ ഒരു കോൺഫിഡൻസ് പതിയെ അതായത് പണ്ട് എവിടെയോ ഇടിഞ്ഞു പോയാൽ ഇന്നെ തന്നെ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ഇവരും അത് തന്നെ, ഞാൻ കോൾ ചെയ്യുമ്പോഴും ഇനീഷ്യൽ ഫേസിലായാലും ഒറ്റയടിക്ക് ഒന്നും എടുത്ത് ചടിഞ്ഞപ്പോൾ മാർക്ക് കുറഞ്ഞാലും തന്നെ ഇതുവരെ ബ്ലെയിം ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് കുറഞ്ഞ്, അങ്ങനെ ആയതെന്തേ, ഇങ്ങനെ ആയതെന്തേ, ഇല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ടൈം തരും. ഓക്കെ, ഈ നോക്ക്, ഈ കറക്റ്റ് ചെയ്യ്, ആ ഒരു സാധനമാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഗ്യാപ്പ് തരും. നമ്മളെ എൻവയോൺമെൻറ്റാണ് ഏറ്റവും വലിയ ഫാക്ടർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആരെന്ത് പറഞ്ഞാലും നമ്മളെ സർക്കിളിലുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടാൻ പറ്റും. കാരണം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് മെൻ്റലി അത് കുറച്ച് സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കുന്ന അക്കാഡമിക്സിൽ നമുക്ക് പ്രോഗ്രഷൻ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരും, പക്ഷേ മറ്റിടം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും കാണൂല. അപ്പോൾ പിന്നെ എക്സാമിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് അടിക്കും. അന്നേരം നമുക്ക് ചോദിക്കും, നമ്മളോട് തന്നെ ചോദിക്കും, ഇത് ഞാൻ പഠിക്കാത്തതുകൊണ്ടാണോ? അത് നമ്മളെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എപ്പം നമ്മൾ മെൻ്റലി ഓക്കെ ആവണോ അപ്പം നമ്മളെ ഗ്രാഫ് പൊന്തൽ തുടങ്ങും. അതാണ് എനിക്കിവിടെ, അതായത് എന്നിലുള്ള കാലിബർ എന്താണെന്ന് ഞാൻ റിയലൈസ് ചെയ്തത് ഇവിടെ വന്നിട്ടാണ്. അതായത് എനിക്ക് ഇനിയിപ്പോൾ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഈ റേഞ്ചിലൊക്കെ എനിക്ക് ചിന്തിച്ച് എന്നെക്കൊണ്ട് എത്താൻ കഴിയുന്നുണ്ട്. ആ ഒരു സാധനം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ നിന്ന്. അപ്പം അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷത്തിലുപരി എന്താ അതിന് വേർഡ്സ് ഇല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. എനിക്ക് എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പോലെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് എൻ്റെ ഉപ്പയും മമ്മിയും. ഓരോ എക്സാം കഴിയുമ്പോഴും ഇവിടുന്ന് കോളിങ്ങിന് വിളിച്ച് ചോദിക്കും, എങ്ങനെ ഇപ്രാവശ്യത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഞാൻ പറയും നല്ലപോലെ എഴുതി. ഇനി ചെന്ന് പഠിക്കണ്ട, എന്തായാലും ഇപ്രാവശ്യത്തെ നീറ്റ് എന്തായാലും എനിക്ക് കിട്ടും. അങ്ങനെ എപ്പോഴും അങ്ങനെ കൊണ്ട് നടന്നിരിക്കണം. ഇനി ഞാൻ എക്സാം ഹോളിൽ കയറിയ ആ ഒരു മൊമെൻറ്റിൽ തന്നെ എന്നോട് പറയും, ഈ 3 മണിക്കൂർ എനിക്ക് വേണ്ടി ഇതായിരുന്നിരുന്നിക്കണേ ഞങ്ങളിവിടെ പുറത്ത്. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് എന്തായാലും കിട്ടും, എവിടേക്കാ കിട്ടാതെ എങ്ങനെയാ പോവുക, അങ്ങനെയാണ് ഓര് പറയുക. കാരണം നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞല്ലോ, അതാണ് നമ്മളേറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതും പിന്നെ അതുപോലെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ നമുക്ക് പഠിക്കാനുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി തരാം. ബാക്കിയൊക്കെ പിന്നെ അതങ്ങനെ അങ്ങ് ആയിപ്പോയിക്കോളും. കാരണം ഇത്രയാണ് നമുക്ക് വേണ്ട ബേസിക്സ് ആണ്. ബാക്കി ഓരോരുത്തരും അതിലെത്ര എഫേർട്ട് ഇടണ്, അതുപോലെ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, എത്രത്തോളം കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്നു, ഇതിനൊക്കെ അനുസരിച്ച് അതുപോലെ നമ്പർ ഓഫ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇവിടെ ഞങ്ങൾക്ക് ഈ സൂപ്പർ 30 ബാച്ചിൽ കിട്ടിയിരുന്ന ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു നവംബർ ആയപ്പോൾ ഞങ്ങൾ ചാപ്റ്റേഴ്സ് മൊത്തം തീർന്ന് ജനുവരി ഇവിടെ സൂപ്പർ 30 ബാച്ചിൽ ഇവിടെ സൂപ്പർ 30 ബാച്ചിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു മെറിറ്റ് ഈ സൂപ്പർ 30 ബാച്ചിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു മെറിറ്റ് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 3 മാസം കൊണ്ട് ചാപ്റ്റേഴ്സൊക്കെ തീർത്ത് നവംബർ ഒൺവേർഡ്സ് ഞങ്ങൾക്ക് എന്താക്കി മൊഡ്യൂൾ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ എക്സാം വരുമ്പോഴത്തേനും ഒരു 2 സെറ്റ് മൊഡ്യൂൾ കഴിഞ്ഞ് പിന്നെ ഒത്തിരി നീറ്റ് മോഡൽസ്. ആക്ച്വലി നമുക്കിങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെയായിരുന്നു നീറ്റ്, റാങ്കർ, സ്കോറർ. അത് വെച്ചാൽ രാവിലത്തെ എക്സാം കുറച്ച് നമ്മൾ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന രീതിക്കുള്ളൊരു എക്സാം, ഉച്ചയ്ക്ക് ഒന്ന് ടഫായിട്ടുള്ളൊരു എക്സാം. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ അനാലിസിസ് ചെയ്യുന്നതോടെ ഓക്കെ ആ ഒരു പോർഷൻസ് നമ്മൾ പെർഫെക്റ്റ് ആവും. അങ്ങനെ ഡെയിലി എക്സാംസുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് ആ ഒരു ഏത് ഉറക്കത്തിൽ വിളിച്ച് എണീപ്പിച്ചാലും നമ്മളൊരു എക്സാം എഴുതാൻ വില്ലിങ് ആയിരിക്കും. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ആക്കി എടുത്തിട്ടാണ് എക്സാം എഴുതാൻ പോയിക്കണത്. അതുകൊണ്ട് തന്നെ എക്സാമിന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ആവശ്യമില്ലാത്ത ടെൻഷനുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വളരെ നല്ല അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതി വന്ന്. ജൂലൈ 21 മുതൽ ഇപ്പാൻ്റെ മെയിൻ പണി ഓളെ കട്ട് ഓഫ് ആക്കലാണ്. എപ്പോഴും എടുത്താൽ ഹിന്ദി, മലയാളം, വിവിധ ലാംഗ്വേജിലുള്ള കട്ട് ഓഫ് നോക്കിയിരിക്കല. പിന്നെ അന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് തന്നെ വൈകുന്നേരമാണ്. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ എക്സാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുക. അതുവരെ മമ്മ ഇപ്പൊക്കെ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് ഫുഡാണ്ട് ഓളെ ഇറങ്ങട്ടെ, എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ അത്രയും ആ പേടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ എപ്പോഴും കട്ട് ഓഫ് നോക്കിക്കും. ഇപ്പം അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ഈ മൊമെൻറ്റിൽ ഇവരോടൊപ്പം തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ലോവർ ക്ലാസ്സസിലൊക്കെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെയാണ്. കാരണം ഓരോടൊക്കെ പ്രാർത്ഥനയാണ് ഇതിൻ്റെയൊക്കെ കാരണം.
അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. 25 എക്സാം കഴിഞ്ഞപ്പോൾ പറ്റവള് വീക്കായിട്ട് ഇനി ആ ഫീൽഡ് തന്നെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒഴിവാക്കാനുള്ള പരിപാടിയായിരുന്നു. ഇനി അത് വേണ്ട, ഇനി ഞാൻ വേറെ എന്തെങ്കിലും നോക്കുകയാണ്. പക്ഷേ എന്താ ഞങ്ങൾ നന്നായിട്ട് ഫോഴ്സ് ചെയ്ത്, കാരണം ചൈൽഡ്ഹുഡിലെ അവളൊരു ആഗ്രഹമായിരുന്നു ഡോക്ടറാവുക. എപ്പോഴും കളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കളിപ്പാട്ടങ്ങളിൽ മെയിനായിട്ട് സ്റ്റെതസ്കോപ്പ് ആയിരിക്കും അവളെ മെയിൻ ഒരു കളിക്കോപ്പ് എന്നാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും പേര് എഴുതിയിട്ട് കുറെ ഡിഗ്രി ഡോക്ടർമാരെ ബോർഡിലൊക്കെ കാണുമല്ല, അതൊക്കെ പഠിച്ചു വെക്കും. എന്നിട്ട് ഇതൊക്കെ ഇരുന്ന് എഴുതും, കാരണം എനിക്കിതൊക്കെ ആവണം. അന്നൊന്നും അതെന്താന്ന് പോലും അറിയില്ല, പക്ഷെ പേരിന്റെ അടി കുറെ എന്തെല്ലോ വരും, അതൊക്കെ വരണം. അതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ആ കളിയിൽ വെച്ചാൽ ഞാൻ അങ്ങനെയും പാഷനേറ്റ് ആയിട്ട് ഞാൻ കളിച്ചിരുന്നു വരെ. ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതെനിക്ക് വിടാൻ പറ്റൂല എന്ന് ഉറപ്പാ. പക്ഷെ എവിടെയോ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫസ്റ്റ് റിപ്പീറ്റിൽ നീറ്റ് കഴിഞ്ഞതോടെ ഞാനെന്ന് പറഞ്ഞൊരു സാധനം പോയ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ആ ഒരു ട്രോമയിൽ നിന്ന് കണ്ട് റിക്കവർ ആവാൻ കുറച്ച് ടൈം പിടിച്ചു. എന്നാലും JPSൽ എത്തിയോടുകൂടെ എന്തോ പെട്ടെന്ന് തന്നെ അവൾക്കത് ഓവർകം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇവിടെ നിന്ന് കിട്ടി. എന്തുകൊണ്ട് അതിന് JPക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കളിൽ നമ്മൾക്ക് ഇപ്പോൾ നമ്മളെ കുട്ടി ഇപ്പോൾ നീറ്റിൽ ഫസ്റ്റിൽ കിട്ടിയില്ല എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും അവരെ എന്താ പറയുക ഡിസ്കറേജ് ചെയ്യരുത്. എപ്പോഴും പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ കൂടെ നിൽക്കണം. അവർക്ക് അവരെ മനസ്സിൽ അങ്ങനെ ഡോക്ടർ എന്നുള്ളൊരു അംബീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫാമിലിയും കൂടി സപ്പോർട്ട് ചെയ്താലേ അവർക്ക് അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരാൾ ഒറ്റയ്ക്ക് തനിച്ച് വിചാരിച്ചാൽ പറ്റില്ലേ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആസ് എ പാരൻ്റ് എന്നതിൽ ഭയങ്കര പ്രൗഡുണ്ട് ഈ ഒരു നിമിഷത്തിലൂടെ ഇരിക്കാനും അവളുടെ കൂടെ ഈ വീഡിയോയിൽ പിന്നെ സംസാരിക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.